നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്തടുത്ത ദിവസങ്ങളിൽ US ഭരണകൂടം നേരിട്ട് പങ്കാളിയായ രണ്ട് സംഭവങ്ങൾ ലോകം ഞെട്ടലോടെയാണ് വീക്ഷിച്ചു വരുന്നത്. ഫലസ്തീന് UN സ്ഥിരാംഗത്വം നൽകാനുള്ള പ്രമേയം രക്ഷാസമിതിയിൽ വോട്ടിങ്ങിന് എത്തും. 15-അംഗ സമിതിയിൽ വീറ്റോ അധികാരമുള്ള 5-ഉം താൽക്കാലികമായ 10-ഉം അംഗങ്ങളിൽ US മാത്രം എതിർത്തും 12 പേർ അനുകൂലിച്ചും വോട്ട് ചെയ്യുന്നു. രണ്ടു രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നു. 193 അംഗം UN-ൽ 140 രാജ്യങ്ങളെ എങ്കിലും ഇതിനോടകം തന്നെ അംഗീകാരം നൽകിക്കഴിഞ്ഞതായതിനാൽ രക്ഷാസമിതി കടന്നാൽ അംഗത്വം ഉറപ്പായിരുന്നു. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ലോകം ഫലസ്തീനൊപ്പം നിന്നപ്പോൾ US ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേൽ ഇഷ്ടപ്പെടാത്തതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നു. തൊട്ടുപിറ്റേന്ന് US പ്രതിനിധി സഭയിൽ ഇസ്രായേൽ, യുക്രൈൻ, തായ്വാൻ രാജ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടികൾ വരുന്ന സൈനിക സഹായം പാക്കേജുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വോട്ടിങ്ങിന് എത്തുകയും ചെയ്തു. വോട്ട് രേഖപ്പെടുത്തും മുൻപ് ജോ ബൈഡൻ എന്ന മധ്യേഷ്യയിലെ സമാധാന ദൂതന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അടിയന്തര ഘട്ടത്തിലാണ് ഇത് സഭയിൽ എത്തുന്നത്. ഇറാനിൽ നിന്ന് ഇസ്രായേൽ സമാധാനങ്ങളില്ലാത്ത ആക്രമണം നേരിടുന്നു. യുക്രൈൻ റഷ്യയുടെ നിരന്തര ബോംബിങ്ങിനും ഇരയാകുന്നു. വോട്ടിംഗ് പൂർത്തിയാക്കുമ്പോൾ ഇസ്രായേൽ പാക്കേജ് 58-നെതിരെ 366 പേരുടെ പിന്തുണയോടെ പാസ്സായി. അല്പം എതിർപ്പ് നേരിട്ട യുക്രൈൻ പാക്കേജ് 112-നെതിരെ 311 വോട്ടുകളുടെയും സഭ കടന്നു. ആദ്യത്തേതിൽ എതിരെ നിന്നത് ഡെമോക്രാറ്റിക്കിൽ നിന്ന് 37 പേരും റിപ്പബ്ലിക്കൻ കക്ഷിയുടെ 21 പേരുമായിരുന്നു എങ്കിൽ യുക്രൈന്റേത് 112-ഉം റിപ്പബ്ലിക്കന്മാരായിരുന്നു. 34 ലക്ഷം കോടി ഡോളറിന്റെ ദേശീയ കടവുമായി മല്ലിടുന്നതിനിടയിലാണ് ഇസ്രായേലിന് 2 മാസം കഴിഞ്ഞ പിന്നെയും US എണ്ണമറ്റ തുകയുടെ സൈനിക സഹായം ഒഴുകുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ 34,000 പിന്നീട് തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ റഫേൽ ഒറ്റനാളിൽ കൊന്നൊടുക്കിയ 22 പേരിൽ 18 കുരുന്നുകളും 3 സ്ത്രീകളുമാണെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവരുന്നു.